എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോൺഫ്ലോറോ ജലാറ്റിനോ ചൈനാഗ്രാസോ അങ്ങനെയുള്ള പൊടികളൊന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റിൽ കറക്റ്റായി ഉറച്ച് കിട്ടുന്ന രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു പുഡിംഗ് ആണ്. നമ്മുടെ അടുക്കളയിലേക്ക് സാധാ കാണുന്ന ഒരു 3-4 ചേരുവകൾ മാത്രം മതിയിട്ടത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വെതറി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര നമുക്കൊന്ന് ക്യാരമലാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഞാനൊന്ന് വെതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പഞ്ചസാരയിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തവിയൊന്നും വെച്ച് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ക്യാരമലായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ പഞ്ചസാര എല്ലാം ഒന്ന് ഉരുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഈ ഒരു പാത്രം എടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ പഞ്ചസാര ഉരുകിയ ഒരു കാരമലായി റെഡിയായി വരുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ഇതുപോലെ ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണേ. ഇതുപോലെ പഞ്ചസാര കാരമലാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് ഡാർക്ക് കളറായിട്ട് പോകരുത്. അങ്ങനെ ഒരു ഡാർക്ക് കളറായാൽ ആ ഒരു പഞ്ചസാര കരിഞ്ഞൊരു കയ്പുണ്ടാവും. അപ്പോൾ ആ ഒരു കയ്പ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്തും അതിലും കാണും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ലൈറ്റ് കളറും അല്ല, ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കണം. അത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുക്കണേ. 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഈ ഒരു ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് എല്ലാം തന്നെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 കപ്പ് അളവിൽ പാലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പറയുന്ന കപ്പിൻ്റെ അളവ് 1 കപ്പ് 250 ml ആണ്. അപ്പോൾ ഒരു 500 ml പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 കപ്പ് പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പാല് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാര എല്ലാം കൂടെ കട്ട പോലെ ഇതുപോലെ ഉരുണ്ട് കിടക്കും. അത് കുഴപ്പമില്ല കേട്ടോ. ഒരൊറ്റ തിള വരുമ്പോഴത്തേക്കും തന്നെ ആ ഒരു പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ 1 കപ്പ് പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും 1 കപ്പ് പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 2 കപ്പ് അളവിൽ ഫുൾ ഫാറ്റ് പാൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ഫുൾ ഫാറ്റ് പാല് തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പാല് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുത്തേക്കുക. ഒരുപാടൊക്കെ ഹൈ ഫ്ലെയിം ആക്കണ്ട. ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി ഒരു 1-2 തിള വരുമ്പോഴത്തേക്കും തന്നെ ആ ഒരു പഞ്ചസാര കട്ട പോലെ കിടന്നില്ലേ, ആ ഒരു പഞ്ചസാര എല്ലാം തന്നെ ഉരുകി. ഇത് കണ്ടില്ല, ഇപ്പോൾ ഒട്ടും തന്നെ ഒരു കട്ടകളായിട്ടില്ല. ഇനി ഈ ഒരു സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഇതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂട് ചെറിയതായിട്ടൊന്ന് കുറയുന്നതിന് വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3 കോഴിമുട്ടയാണ്. അപ്പോൾ മുട്ട ഇതുപോലെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു മുട്ടയുടെ ഒന്നൊരു സ്മെല്ല് ഒട്ടും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ അഥവാ വാനില എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു കാരമലിൻ്റെയും പഞ്ചസാരയുടെ ഒക്കെ ഒരു മിക്സാണ്. ആ ഒരു നല്ല ചൂടോട് കൂടിയിട്ട് ഒരു മുട്ടയിലേക്ക് ഒഴിക്കരുതെന്നേ ഉള്ളൂ. ഒരു ചെറിയ ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു മുട്ടയും വാനില എസൻസും ഇതുപോലെ അടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇതുപോലെ കുറച്ച് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ കണ്ടില്ലേ, നന്നായിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഒരുപാട് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ചെറിയൊരു തിക്നെസ് ഉണ്ട് ഇതിന്. ഇനി നമ്മൾ ഈ ഒരു പുഡിങ് ഏത് പാത്രത്തിലാണെന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ ആണെങ്കിലും നെയ്യാണെങ്കിലും നല്ല പോലെ തന്നെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഈ ഒരു മിക്സ് നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പുഡിങ് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്.
നിങ്ങൾക്കിത് സ്റ്റീമറിൽ വേവിക്കണമെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് വേണമെങ്കിലും വേവിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു സ്റ്റാൻഡ് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മൂടി വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇതുപോലെ മൂടിയിൽ ഹോൾ ഉള്ളതാണെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണേ, ആവി വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ചാൽ മതി കേട്ടോ. തീ കുറച്ച് വെച്ച് കൊടുക്കണ്ട. ഈ ഒരു പുഡിങ് വെന്ത് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ ഒരു പുഡിങ് വെന്ത് വരുന്ന ഒരു സമയം. അപ്പോൾ ഒരു കറക്റ്റ് സമയം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ ഒക്കെ അനുസരിച്ച് അത് ചിലപ്പോൾ കുറഞ്ഞോ കൂടിയെന്നോ ഇരിക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഇതങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 25-30 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ആ ഒരു പുഡിങ്ങിൻ്റെ അകമൊക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ. ആ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ പുഡിങ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പുഡിങ് ഇവിടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ, ആ ഒരു വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വറ്റിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് ഈ ഒരു പുഡിങ്ങിൻ്റെ ചൂട് നന്നായി കുറഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മളിത് കഴിക്കാം കേട്ടോ. നല്ല പോലെ തന്നെ തണുത്ത് വന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഞാനിത് ഏകദേശം ഒരു 2 മണിക്കൂറോളം തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണിത്. നമ്മളൊരു 2 മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്കും തന്നെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇളകി ഇതുപോലെ വരാൻ തുടങ്ങും. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ഈ ഒരു പുഡിങ് ഇവിടെ നല്ല പോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുട്ടയും പാലും ഒക്കെ ഇതുപോലെ വെച്ച് നമ്മൾ പാലുറപ്പിച്ചത് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു കാരമലും കൂടെ ആക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ ചെയ്യുന്നവരും കാണും. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു കാരമൽ എഗ് പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.